ഇനി വന്നതിന്റെ കാരണം ബിഗ് ബോസില് സിബിനെ പുറത്താക്കിയതിന്റെ കാരണം കേട്ട് വൈകാരികമായി ഞാൻ പ്രതികരിക്കുന്നു. ഒരു ചെറുപ്പക്കാരനെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കാരണം കൂടാതെ പുറത്താക്കുന്നത് മാത്രമല്ല, അയാളെ മാനസിക രോഗിയാക്കി മാറ്റാൻ കൂടി ഒരു ശ്രമം നടന്നുവെന്ന് കേൾക്കുന്ന എനിക്കുണ്ടായിട്ടുള്ള വൈകാരിക ക്ഷോഭം ഞാൻ അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന കൂട്ടത്തില് ഇതിനു മുൻകാലങ്ങളിൽ ചില മത്സരാർത്ഥികളോട് ഇവർ കാണിച്ചിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ നടത്തിയിട്ടുള്ള പല ഇടപാടുകളും ഞാൻ ആ വിഷയത്തിൽ സൂചിപ്പിക്കുന്നു. അത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൂചിപ്പിക്കുന്ന വിഷയങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഞാൻ ഈ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ കാണിച്ചേക്കുന്ന മര്യാദകേടുകൾക്കെതിരെ പറയുമ്പോൾ ആർക്കാണ് പൊള്ളുന്നത്? എന്തിനാണ് ബിഗ് ബോസിലെ മുൻ കണ്ടസ്റ്റന്റുകൾക്ക് അതിനകത്ത്, അല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഒപ്പം പ്രവർത്തിച്ചവർക്ക് അതിനകത്തൊരു വേദന ഉണ്ടാവേണ്ട കാര്യം? പൊതുവെ നമ്മൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു ഭൂരിഭാഗം ആൾക്കാരും ആ ചെറുപ്പക്കാരനോട് അവർ കാണിച്ചത് ശരിയല്ല എന്ന് പറയാനും, ഇവരുടെ ഇത്തരം മര്യാദകൾ തങ്ങൾ കേട്ടിട്ടുണ്ട്, അവരെ വിളിച്ചു പറയണമെന്ന് ഞാൻ പറയുന്നില്ല. അവർക്കും അറിയാം, പേഴ്സണലി ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇവരൊക്കെ തന്നെ പല രീതിയിൽ പലരോടും പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്. ഇവരൊക്കെ തന്നെ മറ്റു പലരോട് പറഞ്ഞിട്ടുള്ളതും ഈ പറയുന്ന പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ചെറിയ രീതിയിലെങ്കിലും, അതായത് വലിയ രീതിയിൽ സ്പ്രെഡൊന്നും ആയിട്ടൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ നമ്മളൊപ്പം ഹൗസിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ഇപ്പൊ വീഡിയോയും കൊണ്ട് ഇറങ്ങിയൊക്കെയാണ്. അപ്പൊ ഇവന്മാർക്ക് ഈ റിനോഷ്, നാദ്ര, ഇവർക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ എന്തുകൊണ്ടാണ് ജയിച്ചെന്നുള്ള കാര്യം. അപ്പൊ റിനോഷിന്റെ ഒരു ബേസിക് രീതി ഉണ്ടല്ലോ, അതായത് ഇരുന്ന് പ്ലാൻ ചെയ്ത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി റിനോഷ് ബുക്ക് ചെയ്തെടുത്തുകൊണ്ട് വന്നൊരു വീഡിയോ ഇട്ടേക്കാണ്. അതിൽ റിനോഷ് ഒരു കാര്യം പറയുകയാണ്, അഖിൽമാരാർക്ക് എന്തോ വലിയ ഫേവറിസം ബിഗ് ബോസിൽ നിന്ന് കിട്ടി എന്നുള്ള കാര്യം. എടാ, ബിഗ് ബോസ് കണ്ട നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആദ്യത്തെ 50 ദിവസം എപ്പിസോഡിൽ പോലും പ്രോപ്പറായിട്ട് കാണിക്കാത്ത ഒരാളാണ് ഞാനെന്നും, എന്നെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് തന്നെ നെഗറ്റീവ് വശം മാത്രമാണെന്നും, വിഷ്ണുവിനെ കാണിക്കുന്നില്ല എന്നും, 35 മുതൽ 50 വരെയുള്ള ദിവസത്തിലാണ് TRP ഏറ്റവും കുറഞ്ഞതെന്നും, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് പൊക്കൊണ്ടുന്നത് റിനോഷ് അവിടെ കിടന്ന് ഉണ്ണുന്നതും തുപ്പുന്നതും നൂറുന്നതും വെള്ളം കുടിച്ചുകൊണ്ട് നടക്കുന്നതും ഇവരുടെ രഹസ്യ മീറ്റിങ്ങുകളും ഒക്കെ ആയിരുന്നു എന്നതൊക്കെ തന്നെ കഴിഞ്ഞ സീസൺ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. കാര്യം ബിഗ് ബോസിൽ എന്തുകൊണ്ട് കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. 2.5 മണിക്കൂർ എപ്പിസോഡ് എൻഡമോൾ ഷൈൻ എന്ന് പറയുന്ന കമ്പനി കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ 1 മണിക്കൂറാണ് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അവിടെ വിഷ്ണു ഉൾപ്പെടെയുള്ള നല്ല മത്സരാർത്ഥികളുടെ കാര്യങ്ങൾ കാണിക്കാതിരിക്കുകയും, ഒരു ഭാഗത്ത് പോയി കിടന്ന് ഉറങ്ങുന്ന റിനോഷിനെയും ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് രഹസ്യ മീറ്റിംഗുകൾ നടത്തുന്ന ആൾക്കാരെയും കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രേക്ഷകർക്ക് ഷോ ബോറടിച്ചു എന്നുള്ളത് മറ്റൊരു സത്യം. ഇനി ഈ ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ് മൈക്കും വലിച്ചെറിഞ്ഞിട്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട് വലിയ രീതിയിൽ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ ഒരാളല്ലേ റിനോഷ്. എന്നിട്ട് എന്താ റിനോഷിനെ അങ്ങ് പറഞ്ഞു വിടാഞ്ഞത്? സിബിനും അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. സിബിൻ പറഞ്ഞത് എനിക്ക് അവന് മാനസിക വിഷമം വന്ന സമയത്ത് അവൻ ഇറങ്ങിപ്പോണം. റിനോഷ് എന്താ പറഞ്ഞത്? റിനോഷിന്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു, അതുകൊണ്ട് അവന് മാനസിക വിഷമം വന്നു, അതുകൊണ്ട് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിഷ്ണുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഫക്യു എന്ന് ആവർത്തിച്ച് പറയുകയും തെറി വിളിക്കുകയും ചെയ്ത് മൈക്കും വലിച്ചെറിഞ്ഞ് ബിഗ് ബോസിനകത്ത് മൈക്ക് വലിച്ചെറിയുക എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ ഊരി വെച്ചിട്ടൊക്കെ പ്രതിഷേധമൊക്കെ അറിയിക്കും. ഞാനും അറിയിച്ചിട്ടുണ്ട്. ഷിജു ചേട്ടന് ഒരു സമയത്ത് രാത്രിയിൽ സിഗരറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഷിജു ചേട്ടൻ. ഞാനൊക്കെ വളരെ റീസെന്റ് ആയിട്ട് വലിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രഷർ കൂടി എന്ന് വെച്ചാൽ 220 ആയിരുന്നു ആ സമയത്ത് പുള്ളിയുടെ BP. എന്നിട്ട് പോലും ഇവര് സിഗരറ്റ് അന്ന് കൊടുത്തുവിടാതിരുന്ന സമയത്ത് ഞാനും മൈക്ക് ഊരി വെച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട്. അത്തരം പ്രതിഷേധങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് മൈക്ക് വലിച്ചെറിഞ്ഞ ഒരാളാണ്. എന്നിട്ട് മിഥുനുമായി ചേർന്നിട്ടുള്ള സംഭാഷണത്തില് നമ്മളെ വിഷ്ണുവിന്റെ ചെസ്റ്റിൽ കയറിയിരുന്നിട്ട് നെഞ്ച് വാരിയല് പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന ഒരാളാണ്. അയാളാണ് പിന്നെ വന്ന് പറയുന്നത് അഖിൽമാരാർ ഫിസിക്കൽ അസാൾട്ട് നടത്തിയിട്ട് അത് എന്നെ ആരോ സേവ് ചെയ്തതാണെന്നും, ഞാൻ നടത്തിയത് ഫിസിക്കൽ അസാൾട്ട് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇവനൊന്നും ഇനിയും ഉദിച്ചിട്ടില്ല.